ഹായ് ഹലോ നമസ്കാരം. ഇപ്പോൾ എൻ്റെ പിന്നിൽ കാണുന്ന കാറിന് ഒരു പ്രത്യേക പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്ത്യയുടെ ആ ഒരു വാഹന ലോകത്തിൻ്റെ മുഖച്ഛായ മാറ്റിയ വണ്ടിയാണത്. അപ്പോൾ ഗുഡ് ഓൾഡ് കാറിൽ ഇന്നൊരു വെരി ഗുഡ് ഓൾഡ് കാറാണ് മാരുതി SS80. ഈ SS80 എന്ന് പറയുമ്പോൾ 73-ലൊക്കെ ആ ഒരു നിർമ്മാണത്തിലിരുന്ന സുസുക്കി ഓൾട്ടോയെ, ആ ഒരു ഓൾട്ടോയുടെ മാതൃകയിൽ ഇന്ത്യയിൽ 83-ൽ വന്ന കാറാണ് ഈ ഒരു വണ്ടി. അതായത് 83-ൽ ഇങ്ങോട്ട് 2014 വരെ നിരത്തിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ വിൽപ്പനയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു 28 ലക്ഷം വണ്ടികൾ ഈ വണ്ടി വിറ്റിട്ടുണ്ട്. അതുമാത്രമല്ല, ഹിന്ദുസ്ഥാൻ അംബാസഡറിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം നിർമ്മിതിയിലിരുന്ന വണ്ടി എന്നൊരു പേര് കൂടി ഈ ഒരു SS80 അല്ലെങ്കിൽ മാരുതി 800 ഉണ്ട് പർട്ടിക്കുലർലി. പിന്നെ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ മാരുതിയുടെ എഞ്ചിനുകളിൽ 800cc എഞ്ചിനുകൾ ഡിച്ച് ചെയ്യാൻ പോകുന്നു കേൾക്കുന്നു. അപ്പോൾ ഇനി 800cc ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ചരിത്രം കൂടി ഒരു വണ്ടിക്കുണ്ട്. പാകിസ്ഥാനിൽ മെഹ്റാൻ എന്നും യൂറോപ്പിലെ ചില സ്ഥലങ്ങളിൽ ഈ ഒരു വണ്ടിക്ക് സുസുക്കി മാരുതി എന്നൊക്കെ ആ ഒരു പേരുണ്ടായിരുന്നു. അപ്പോൾ വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ ദിവസവും നമുക്ക് വണ്ടി വിശദമായതിനെ പരിചയപ്പെടാം. വിശദമായതിനെ പരിചയപ്പെടാൻ പറയുമ്പോൾ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊരു മിൻറ്റ് കണ്ടീഷനുള്ള വണ്ടിയാണ്. അപ്പോൾ പഴമയിലേക്ക് പോകുമ്പോൾ പഴമയിലെ പുതുമ കാസൂക്ഷി വണ്ടിയെ ഒന്ന് കാണാം, ഒന്ന് നടന്ന് കാണാം, എന്നിട്ട് വണ്ടി നിർത്തി ഓടിക്കാം. ഈ ഒരു വണ്ടി ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിരിക്കുന്നു ഡയമണ്ട് നെക്ലേസിൽ. അന്നത് വാങ്ങുമ്പോൾ പുതുപുത്തൻ വണ്ടിയായിരുന്നു എന്ന് പറഞ്ഞാൽ ചുവന്ന വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഒരുപാട് ചരിത്രമുണ്ട്. നമ്മുടെ ഇന്ത്യൻ നിരത്തിലെ ആ ഒരു മുഖമായിരുന്നു മാരുതി 800, അല്ലെങ്കിൽ ഈ ഒരു മാരുതി സുസുക്കി SS80 മുതൽ ഇങ്ങോട്ടുള്ള ആ ഒരു 800-ൻ്റെ ജൈത്രയാത്ര എന്നൊക്കെ തന്നെ പറയാം. അപ്പോൾ ഈ ഒരു വണ്ടി പുതുതായിട്ട് പെയിൻറ്റ് ചെയ്ത് ഈ ഒരു കാലത്തിന് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയൊരു വണ്ടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരുപാട് പ്രത്യേകത ഉണ്ടായിരുന്നു ഈ ഒരു വണ്ടിക്ക് എന്നുള്ളത്. അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇത് ഡീലക്സ് മോഡലാണ്. അന്ന് ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുമ്പോൾ ഇതൊക്കെ പ്രത്യേകത തോന്നുമെങ്കിലും ആ ഒരു കാലത്ത് അംബാസഡറിൽ നിന്ന് ഈ ഒരു 800ലേക്ക് നോക്കുമ്പോൾ ഏകദേശം 25,000 രൂപയിലാണ് ഈ ഒരു വണ്ടിയുടെ വില എന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്, കൂടാതെ ഹെഡ് റെസ്റ്റ്, അതുപോലെ 4 ഡോറാണ്, 5 ഡോറില്ല, 4 ഡോറിൽ ഹാച്ച് ബാക്കാണ്. അത് മാത്രമല്ല ടിൻഡഡ് ഗ്ലാസ്, മാരുതിക്ക് ഇപ്പോഴും UV കട്ട് ഗ്ലാസ് ഉണ്ട്, പക്ഷേ ടിൻഡഡ് ഗ്ലാസ് ആദ്യമായിട്ട് വന്നത് ഈ ഒരു വണ്ടിക്കാണ്. പിന്നെ ആക്സിലേറ്ററിന് താഴെ സ്വിച്ച് ഉണ്ട്, അതായത് ഫുൾ ത്രോട്ടിലിൽ ആ ഒരു AC കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി ഒരു സ്വിച്ച് കൂടിയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ളൊരു വണ്ടിയായിരുന്നു ഈ ഒരു SS80. അപ്പോൾ SS80യുടെ ഈ ഒരു രൂപത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരു ബോക്സി ഷേപ്പ് തന്നെയാണ്. ബോക്സി ഷേപ്പ് എന്ന് പറയുമ്പോൾ തീർത്തും കൗതുകമുള്ള ഷേപ്പാണ്. അപ്പോൾ മിനി കൂപ്പറൊക്കെ നമ്മൾ ആ ഒരു കാലത്ത് നിന്ന് മിസ്റ്റർ ബീൻ്റെ മിനിയിൽ നിന്ന് ഒരു പുതിയ മിനിയായിട്ട് വന്നുള്ള ആ ഒരു വ്യത്യാസം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഒരു 800-ന് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ, അതായത് ഒരു കാലികമായ മാറ്റങ്ങളെന്നല്ല, രൂപത്തിൽ വളരെ വളരെ മാറ്റങ്ങളൊന്നും തന്നെ പുതിയ 800 ഉണ്ടായില്ല. അത് ഹെഡ്ലൈറ്റ് മാറി, ആ ഒരു കാര്യങ്ങളൊക്കെ മാറി എന്നല്ലാണ്ട് തീർത്തും ഈ ഒരു SS80യുടെ ആ ഒരു പാത ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. അന്ന് വന്ന മാരുതിയും ഇന്ന് 2014 നിർത്തിപ്പോയ മാരുതി തമ്മിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളില്ല ഒറ്റ ഓട്ടത്തിൽ. അപ്പോൾ ഈ ഡോർ ഹാൻഡിൽസും, ആ ഫ്ലാപ്പി ഡോർ ഹാൻഡിൽസും, കൂടാതെ ബാക്കിലെ ലീഫ് സ്പ്രിങ്ങാണ്. ലീഫ് സ്പ്രിങ്ങും ആ ഒരു ഡ്രമ്മും ആ ഒരു അലോയ് ഒക്കെ തന്നെ കാണാം. അലോയ് എന്ന് പറയുന്നത് ആഫ്റ്റർ മാർക്കറ്റാണ് ഈ വണ്ടിക്ക് പ്രത്യേകമായിട്ടും. കൂടാതെ ആ ഒരു മുകളിലുള്ള ആ ഒരു എന്താ പറയുക റൂഫ് റെയിൽസും ആഫ്റ്റർ മാർക്കറ്റാണ്. ഇനി പിന്നിൽ ഈ ഒരു ഗ്ലാസ്സാണ് നമ്മൾ തുറക്കുക. അതായത് നമുക്ക് തുറക്കാവുന്ന ഹാച്ച് എന്ന് പറയുന്നത് ഈ ഗ്ലാസ്സാണ്. അപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് ഈ ഒരു ബോൾട്ട് എന്നുള്ളതാണ്. ഈ ഒരു ബോൾട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഹൈഡ്രോളിക് സ്റ്റഡിൻ്റെ ബോൾട്ടാണ്. അത് ഇത്തിരി വിസിബിളാണ്. നമ്മുടെ ഈ ഒരു തുറന്നു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഉയർന്നു നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ ഷൂട്ട് ചെയ്യാനൊക്കെ വേണമെങ്കിൽ ഈ വണ്ടി കൊണ്ടുപോകാം. കാരണം ഗ്ലാസ് മാത്രം പൊക്കി വെച്ച് ഓടിക്കാമല്ലോ. കൂടാതെ അത്യാവശ്യത്തിന് ബൂട്ടേരിയ ഉണ്ട്. ബൂട്ടേരിയ എന്ന് പറയുമ്പോൾ കുറച്ച് ആ ഒരു സ്പേസേ ഉള്ളെങ്കിൽ കൂടി അന്നത്തെ കാലത്ത് ആ ഒരു കാലം വെച്ച് പറയുമ്പോൾ അത്യാവശ്യം കാലികമായ വണ്ടി എന്ന നിലയ്ക്കൊക്കെ ഈ ഒരു വണ്ടിക്ക് തീർത്തും ആ ഒരു സ്പേസുള്ള വണ്ടി എന്നൊക്കെ തന്നെ പറയാം. ഇനി പിന്നിലെ ലൈറ്റുകൾ കണ്ടില്ലേ, ആ ലൈറ്റുകളും താഴെ ബമ്പറും താഴെ കിടന്ന ആ ബോഡിയുടെ ആ ഒരു ഭാഗമൊക്കെ ഇപ്പോഴും നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. മോഡിഫൈ ചെയ്ത പല വണ്ടികളിലും ആ ഒരു ബാക്ക് ബമ്പർ റിമൂവ് ചെയ്തിട്ട് എന്താ പറയുക ഡിലീറ്റിംഗ് ബാക്ക് ബമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ആ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ഹോളിൻ്റെ താഴെ ആ ഒരു അണീവൻ സർഫേസൊക്കെ നമുക്ക് തോന്നും ഇപ്പോഴത്തെ കാലത്ത് ഒരു ഫിനിഷിംഗ് ഇല്ലായ്മ തോന്നും. പക്ഷേ അന്ന് ആ ഒരു കാര്യമൊക്കെ തന്നെ അത്യാവശ്യം കൗതുകമുള്ള കാര്യങ്ങളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു SS80 എൻ്റെ സുഹൃത്ത് ഹിസാമിൻ്റെയാണ്. അപ്പോൾ ഹിസാമിനോട് ആ വണ്ടിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് ഞാൻ നേരെ വണ്ടിയുടെ അടുത്തേക്ക് വരട്ടെ. എന്തുകൊണ്ട് ഈ കളർ? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇത് വിൻറ്റേജ് കാസിനൊക്കെ ഏറ്റവും ബെസ്റ്റ് കളർ. ഞാൻ കളർ ഓപ്ഷൻസ് നോക്കിയപ്പോൾ കിട്ടിയത് ബ്രൈറ്റ് കളറായിട്ടാണ് ഓപ്ഷൻ വന്നത്. ഓക്കെ. പിന്നെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ സജസ്റ്റ് ചെയ്ത കളറാണിത്. പക്ഷെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് മാച്ച് ആവുമെന്നുള്ളത്. പക്ഷേ ഈ കളർ ഇപ്പോൾ പലരും
ചെയ്ത് കഴിഞ്ഞു. എൻ്റെ വണ്ടി ഇറങ്ങിയ പിന്നെ കുറേ പേര് കോപ്പി ചെയ്തു. ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ 2 ഇയർ അടുത്താവാറായി. 2 വർഷമായി അല്ലേ? അപ്പോൾ എന്തായാലും ഒരു കാര്യം ചോദിക്കാണ്ട്, ഇപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ നമ്മൾ റീസ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുമ്പോൾ വീലൊക്കെ തന്നെ സാധാരണ വീലാണ് ആൾക്കാർ ശ്രദ്ധിക്കാറുള്ളത്. എന്തുകൊണ്ട് അലോയ് വീൽസ്, എന്തുകൊണ്ട് സബ്ബൂഫർ എന്നുള്ള കാര്യം ചോദിക്കാമല്ലോ അല്ലേ? ഷുവറായിട്ടും. അതെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ആ സമയത്ത് ഈ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അത് സ്റ്റോക്കായിട്ട് നമ്മളിപ്പോൾ നോക്കില്ല. അപ്പോൾ ഞാൻ എൻ്റെതായ മോഡിഫിക്കേഷൻ വരുത്തും. അതുപോലെ തന്നെ ആ കാലത്തുള്ളൊരു വണ്ടി എനിക്ക് കിട്ടി, ഞാൻ എൻ്റെതായ കുറച്ച് മോഡിഫിക്കേഷൻ എനിക്ക് ഇഷ്ടമുള്ള അതിനകത്ത് ചെയ്തു. പക്ഷേ ഗുഡ് തിങ് ഈസ് വൃത്തികേടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. വണ്ടിക്ക് ആ ഒരു ചാം ഇപ്പോഴും ഉണ്ട്, നല്ല രസമുണ്ട്. ഇതിൻ്റെ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് 796cc 3 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ്. ഇതൊരു കാർബറേറ്റർ മോഡലാണ്. അന്നത്തെ കാലത്ത് കാർബറേറ്റർ മോഡൽ ഏകദേശം 37 bhp പവറാണെന്ന് തോന്നുന്നു, 37 bhp അല്ലേ? പിന്നെ എഞ്ചിൻ റൂമും തുറക്കാം. എഞ്ചിൻ റൂം തുറക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, എഞ്ചിൻ റൂം തുറക്കാൻ ഉള്ളിലെ ആ ഒരു ലിവർ പിടിച്ച് തുറന്നാൽ മാത്രം പോരാ. ഈ ഒരു ബോണറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ഉള്ളിൽ നിന്ന് തുറന്നിട്ട് നമ്മൾ കൈ ഇട്ടിട്ട് ആ ഒരു ലോക്ക് മെക്കാനിസം ലൂസ് ചെയ്യല്ല ചെയ്യാം. പകരം ഒരു സ്വിച്ചാണ്. സ്വിച്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു ബോണറ്റിൻ്റെ സ്വിച്ചാണ്. ഈ സ്വിച്ച് പ്രസ് ചെയ്തിട്ട് ഇതിങ്ങ് തുറക്കണം. തുറക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു മിൻ്റായിട്ടുള്ള ആ ഒരു എഞ്ചിൻ കാണാം. മിൻ്റായിട്ടുള്ള എഞ്ചിൻ എന്ന് പറയുമ്പോൾ റെഡൊക്കെ പെയിൻറ്റിങ് നന്നായിട്ടുണ്ട്. ഈ ഒരു വണ്ടിയുടെ ആ ഒരു എഞ്ചിൻ 3 സിലിണ്ടർ എഞ്ചിനാണ് ഞാൻ പറഞ്ഞു, 796cc. ഇത് എയർ ഫിൽറ്റർ ബോക്സാണ്. അപ്പോൾ ഈ വണ്ടി ഇറങ്ങുമ്പോൾ ഇതിൻ്റെ എഞ്ചിനും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ടയറും ഈ ഒരു ബാറ്ററി ഒഴിച്ചെല്ലാം തന്നെ ജപ്പാനായിരുന്നു, മെയ്ഡ് ഇൻ ജപ്പാനായിരുന്നു എന്നുള്ളതാണ്. ഇതൊരു ജാപ്പനീസ് കാറാണ്, ശരിക്കും ഒരു ജാപ്പനീസ് കാറാണ്. മാരുതി ഉദ്योग ലിമിറ്റഡിൻ്റെ ആ ഒരു ബാഡ്ജ് കാര്യങ്ങളോടെ തന്നെ ഉണ്ട്, ചേസസ് നമ്പർ, കൂടാതെ SS80 എന്നുള്ളത് കാണാം. അപ്പോൾ 796cc F8B എന്നുള്ള ആ ഒരു എഞ്ചിനാണിത്. സ്വിച്ചാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ സ്വിച്ചിൻ്റെ മെക്കാനിസം ഇവിടെയാണ്. കാരണം ഈ ഒരു ബോണറ്റിൻ്റെ ഷേപ്പ് മൂലം കൈയിട്ട് തുറക്കുക എന്ന് പറയുമ്പോൾ നിയർലി ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ടൊക്കെ കൂടി തന്നെ ആയിരിക്കണം അങ്ങനെ സ്വിച്ച് അവിടെ വെച്ചിട്ടുള്ളത്. ആ ലൈറ്റുകൾക്കും ഉണ്ടൊരു പ്രത്യേകത, അതായത് ഇതിൻ്റെ ലൈറ്റുകൾ സ്ക്വയർ ആയിരുന്നു, അത് റൗണ്ട് ആക്കിയതാണ്. കൂടാതെ ഈ ഒരു സുസുക്കി എന്നുള്ള ബാഡ്ജ് മാരുതി സുസുക്കി എന്ന് തന്നെയായിരുന്നു. ഇതിൻ്റെ മുന്നിൽ ആ ഒരു മക്ഫേഷൻ സ്ട്രട്ടും ബാക്കിൽ ആ ഒരു ലീഫ് സ്പ്രിങ്ങുമാണ്. ലീഫ് സ്പ്രിങ്സ് എന്ന് പറയാൻ പറ്റില്ല, ഒറ്റ ലീഫ് സ്പ്രിങ്ങേ ഉള്ളൂ. ഞാൻ കാണിക്കാം. ആ ഒരു ഒറ്റ ലീഫ് സ്പ്രിങ് ആണ് ഇതിൻ്റെ റിയർ സസ്പെൻഷൻ എന്ന് പറയുന്നത്. കുഞ്ഞു കുഞ്ഞു എലമെൻറ്റുകളും ഈ ഒരു വണ്ടിയുടെ പ്രത്യേകമായിട്ട് പറയാം. അതായത് ഈ ഒരു ബ്ലാക്ക് പീസ് കേട്ടോ, കൂടാതെ ഇതാണ് ആ ഒരു ഫ്യൂൽ ക്യാപ്പ്, അതായത് ഫ്യൂൽ ഫില്ലർ എന്ന് പറയുന്നത്. ഈ ഗ്ലാസിൻ്റെ ഹിഞ്ചസൊക്കെ മുകളിൽ തന്നെയാണ്. ഇതൊക്കെ തീർത്തും അഴകാണെന്നുള്ളത് പറയേണ്ടതുണ്ട്. അകത്ത് കയറുന്നതിന് മുന്നേ ഈ ഒരു വണ്ടിക്ക് സെൻട്രൽ ലോക്കിംഗ് കൂടി ഉണ്ടെന്നുള്ളതാണ്. ഹൈടെക്കാണ് വണ്ടി. സെൻട്രൽ ലോക്കിംഗ് തുറന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് കയറാം. അകത്ത് കയറുമ്പോൾ കീ ഹോൾ കാണാം, ഫ്ലാപ്പി ഡോർ ഹാൻഡിൽ കാണാം, കൂടാതെ ഈ മിററുകളൊക്കെ തന്നെ ആ ഡോറിൽ ഫിറ്റ് ചെയ്ത മിററാണ്. അപ്പോൾ ഡീലക്സിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ആ ഒരു ആൻറ്റിന കൂടി വണ്ടിക്ക് കാണാനുള്ളതാണ്. ഈ ഡീലക്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഒരു കാര്യമായിട്ട് ഈ ഒരു ആക്സിലേറ്റർ പെഡൽ താഴെ ഒരു സ്വിച്ച് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ആ ഒരു ആക്സിലേറ്ററിൻ്റെ മുകളിലുള്ള ആ ഒരു സ്വിച്ചിൻ്റെ കാര്യം നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്വിച്ചിൻ്റെ കാര്യം നമ്മൾ ഓൾട്ടോയിലൊക്കെ പറയാറുണ്ട്. അതായത് ഓൾട്ടോയുടെ AC-യുടെ സ്വിച്ച് എന്ന് പറയുന്നത് ബൂസ്റ്റാണെന്ന് പറയാറുണ്ട്. നമ്മൾ കയറ്റൊക്കെ കയറുമ്പോഴേ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യുമ്പോൾ ഒരിത്തിരി പവർ കിട്ടി അങ്ങ് ഓടിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഇവിടെ തന്നെയാണ് കേട്ടോ. ഇനി ഡോർ പാഡ് സിമ്പിളാണ്, ലോക്ക് ബട്ടൺ കാണാം, കൂടാതെ സ്റ്റിയറിംഗ് 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്, 2 ഹോൺ ബട്ടൺസ് ഉണ്ട്. നല്ല സീറ്റാണ്, അത്യാവശ്യം നല്ല സീറ്റാണ്. സീറ്റിൻ്റെയൊക്കെ ഒരു കണ്ടീഷൻ തീർത്തും മികച്ച കേട്ടോ. ഒരു ഹാൻഡ് ബ്രേക്ക് ഉണ്ട്, ഗിയർ ലിവർ മൈൻഡ് ചെയ്യേണ്ട, അത് എക്സ്ട്രാ വെച്ചേക്കണമാണ്. കൂടാതെ വളരെ സിമ്പിളും ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള മീറ്ററാണ്. ഈ മീറ്ററിൻ്റെ ഒരു വലിയ രൂപം ഞാൻ ജിപ്സിയിൽ കണ്ടിട്ടുണ്ട്. അന്നത്തെ കാലത്തെ അംബാസഡറുകളിലും അങ്ങനെയുള്ള വണ്ടികളും കാണുന്ന പോലെ ഈ ഒരു മീറ്റർ ഗിമ്മിക്കല്ല. ഈ ഒരു വണ്ടി ഏകദേശം 120, 140 സ്പീഡ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ്. ഫ്യൂൽ മീറ്റർ ഉണ്ട്, ആ ഒരു എഞ്ചിൻ ടെമ്പറേച്ചർ മീറ്ററും കാണാം. ഇനി AC ഉള്ള മോഡലാണ്, വളരെ സിമ്പിളായിട്ടുള്ള AC ആണ്. AC-യുടെ ഓഫ് ഓൺ സ്വിച്ച്, റീസർക്കുലേഷൻ. ഈ ഒരു കാര്യം പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാരുതി ഇപ്പോഴും ആ ഒരു പോയിന്റ് മാറിയിട്ടില്ല. ഇപ്പോഴും വരുന്ന വണ്ടികൾക്കും ഈ ഒരു റീസർക്കുലേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ബട്ടൺ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ലിവർ തന്നെയാണ്. 2 വെൻറ്റ് പൊസിഷനേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് ആ ഒരു കാറ്റ് കിട്ടുന്ന വെൻറ്റും, 2 എന്ന് പറയുന്നത് ഡിഫ്രോസ്റ്ററും. ഈ ഒരു ക്ലോക്ക് കണ്ടോ, ഈ ക്ലോക്കും ആ ഒരു ഡീലക്സിൻ്റെ ഭാഗമാണ്. ഇനി ഗ്ലോ ബോക്സ് ഉണ്ട്, വലിയ ഗ്ലോ ബോക്സ് നല്ല, അത്യാവശ്യം നല്ല ഒരു ഗ്ലോ ബോക്സ് തന്നെയാണ്. കൂടാതെ ഈ ഒരു മിററും ഈ ഒരു വൈസറുകളൊക്കെ തന്നെ കാണാം. അതായത് ഈ ഒരു വണ്ടിക്ക് ഈ ഒരു അപ്പോൾസ്റ്ററിയൊക്കെ തന്നെ വേറെ ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു 4 സ്പീഡ് ഗിയർ ബോക്സുള്ള വണ്ടിയാണ്. അതായത് മാരുതി 800 ഒരു 5 സ്പീഡ് മോഡ് കൂടി വന്നിരുന്നു അവസാന സമയത്ത്. അതെനിക്ക് 2000-ലാണോ 2001-ലാണോ എനിക്ക് ഓർമ്മയില്ല. ഒരു 5 സ്പീഡ് 800 കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം വന്ന വണ്ടിയോട് തന്നെ ഇത് 4 സ്പീഡാണ്. കൂടാതെ ഈ ഒരു സെൻട്രൽ കൺസോളൊക്കെ തന്നെ കാണാം. ഈ ഒരു ഹാൻഡ് ബ്രേക്ക് ലിവറും കണ്ടില്ലേ. വൈപ്പർ കൺട്രോൾസും ആ ഒരു ഹെഡ് ലാമ്പ് കൺട്രോൾസൊക്കെ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൻ്റെ ഇരുവശത്തായിട്ട് കാണാം. ഇതും അന്ന് അംബാസഡറൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതും ഹൈടെക് ആയിരുന്നു എന്നുള്ളതാണ്. ഇതാണ് ഗ്ലാസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. SS80യുടെ ആ ഒരു പിൻ സീറ്റ് കൂടി കയറാം. ഇതാണ് SS80യുടെ ആ ഒരു പിൻ സീറ്റ്. ചിലരെങ്കിലും ഇതെവിടെയാണ് റീസ്റ്റോർ ചെയ്തതെന്നും എവിടെയാണ് പെയിൻറ്റ് ചെയ്തതെന്നും ചോദിച്ചേക്കാം. ഇത് ഓട്ടോ സ്റ്റാർക്കിലാണ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്തിട്ടുള്ളത്.
SS80 അല്ലെങ്കിൽ മാരുതി 800 ഓടിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കാർബറേറ്റർ എഞ്ചിനുള്ള വണ്ടി ഓടിക്കാനുള്ള ഒരു ഫീൽ തന്നെയാണ്. അതായത് എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് കാലം ഒരു 800 ഉപയോഗിച്ചിട്ടുണ്ട്. അത് കാർബറേറ്റർ മോഡലായിരുന്നു, അതൊന്നും ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയിട്ടില്ല. പിന്നീട് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആയി. ഇപ്പോൾ പൊല്യൂഷൻ്റെ ഒരു കാരണം കൊണ്ട് BS6 പോലുള്ള കാര്യങ്ങൾ വന്നു. എന്തായാലും കാർബറേറ്ററൊക്കെ പോയി. അപ്പോൾ ബൈക്കുകൾക്ക് ഉണ്ട് കേട്ടോ. പക്ഷേ ഈ 3 സിലിണ്ടർ എഞ്ചിൻ പെപ്പി ആയിരുന്നു. പെപ്പി എന്ന് പറയുമ്പോഴേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മോഹൻലാലിൻ്റെ സിനിമയിലൊക്കെ ശരിക്കും ആ ഒരു സ്മഗിൾ ചെയ്യാൻ പോകുന്ന ആ ഒരു വണ്ടിയായിട്ടൊക്കെ 800 കണ്ടിട്ടുണ്ടാവും, SS80 കണ്ടിട്ടുണ്ടാവും. പിന്നെ മുന്നിൽ സ്പോയിലർ വെച്ചിട്ട് കുറച്ച് വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ മിൻറ്റ് കണ്ടീഷനാണ്, ഓടിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ആണ്. ഇപ്പോൾ നമ്മുടെ നാനോയ്ക്ക് പോലും ഫ്രണ്ട് ഡിസ്ക് അല്ല, ഡ്രമ്മാണ്. അന്നത്തെ കാലത്ത് ഡിസ്ക് ബ്രേക്ക് ആയിരുന്നു എന്നുള്ളതാണ്. അയ്യോ 37 bhp, ചില ആട്ടുകളിൽ 39 എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ട്യൂൺ ചെയ്തായിരിക്കും. എത്രയായാലും bhp ഒന്നും വിഷയമല്ല, കാരണം അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടൊരു വണ്ടി തന്നെയാണ് അന്നത്തെ ആ ഒരു കാലം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. വാവ്, പന്ത്രണ്ട് ഇഞ്ച് വീലുകൾ, ഡിസ്ക് ബ്രേക്ക്, കൂടാതെ പിന്നിലെ ലീഫ് സ്പ്രിങ്, മുമ്പിൽ മക്ഫേഴ്സൺ. ഈ ഒരു കാര്യങ്ങളൊക്കെ ടെക്നിക്കലായിട്ട് പറയാം. പക്ഷേ ടെക്നിക്കലായിട്ടൊന്നും പറയാതെ ഓടിക്കാനുള്ളൊരു രസം പറയാം. ആ ഒരു ബൂസ്റ്റർ അസിസ്റ്റ് ഇല്ലാത്ത ബ്രേക്കും ആ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും തീർത്തും പഴയ കാലത്തേക്ക് ഒരു തിരിച്ചു പോക്കുന്ന നിലയ്ക്കാണ് ഈ വണ്ടിയുടെ ഡ്രൈവിനെ ഞാൻ കാണുന്നുണ്ടോ. വാവ്, ഇതിന് AC ഉള്ള മോഡലും AC ഇല്ലാത്ത മോഡലും ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് AC ഉള്ള മോഡലിന് അന്ന് ആ ഒരു NRIകൾക്ക് മാത്രമാണ് ആ ഒരു AC ഉള്ള മോഡൽ കൊടുത്തിരുന്നുള്ളൂ എന്നൊരു കാര്യം കൂടി ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല എത്രത്തോളം ശരിയാണെന്നുള്ളത്. അന്ന് 1983 ഇറങ്ങിയിട്ട് 2014 വരെ നിരത്തില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ. ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഈ വണ്ടി ഇത്രയും മിൻറ്റ് കണ്ടീഷനിൽ കാണുന്നത് തീർത്തും സന്തോഷം ഉണ്ടാകുന്നുണ്ട്. കാരണം ഒരു വണ്ടി ആ ഒരു വണ്ടിയുടെ ആ ഒരു ചാം ചോർന്ന് പോവാതെ എന്നാൽ അത്യാവശ്യം നല്ല ഡ്രൈവറായിട്ട് ഡെയിലി ഡ്രൈവർ എന്ന പോലെ കൊണ്ടുനടക്കാനായിട്ട് ഒരു ഇത്തിരി എഫേർട്ട് ഉണ്ട്. കാരണം പാർട്സും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം അന്നത്തെ മാരുതി അല്ലല്ലോ ഇന്നത്തെ മാരുതി. എന്നാലും അതൊക്കെ സംഘടിപ്പിച്ച് ഈ വണ്ടി ഇങ്ങനെ റെൻറ്റിങ് കണ്ടീഷൻ കൊണ്ട് നടക്കുന്നതിന് അല്ലേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ. ഓക്കെ, ഇത് വെച്ചിട്ടുണ്ട്. ഇത് സൗകര്യം ശരിയാണ്, കുറച്ചും കൂടി ഈസിയാണ്, കുറച്ചും കൂടി ഒരു വലിയ കാർ ഓടിക്കുന്ന ഫീൽ ഉണ്ട്. കാരണം ഞാൻ ആദ്യം ഇങ്ങനെ ഗിയർ മാറിയിട്ടുണ്ടാവും. ചില വണ്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് ഗിയർ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷിഫ്റ്റ് ഭയങ്കര ഷോർട്ട് ആയിട്ടുണ്ട് അല്ലേ, സെക്കൻഡിലേക്ക് കിട്ടുമായി. ആ ഞാൻ ഒരു റൗണ്ട് കൂടെ ഓടിക്കുന്നുണ്ടേ. ഇതിങ്ങനെ ഒരു റൗണ്ട് വരാം. ഈ ബൂസ്റ്ററിൻ്റെ അസിസ്റ്റൻസ് ഇല്ലാത്ത ബ്രേക്ക് ചവിട്ടുമ്പോഴേ നിൽക്കുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു പേടിയില്ലേ. ഇന്നിപ്പോൾ അത് അന്നൊന്നുമില്ലല്ലോ. പിന്നെ സ്റ്റിയറിംഗ് അത്യാവശ്യം ഡയറക്റ്റാണ്. അതായത് ഇതിനിടയ്ക്ക് പവർ സ്റ്റിയറിങ്ങിൻ്റെ സപ്പോർട്ടില്ല, മോട്ടറില്ല. നമ്മൾ ചെയ്യുന്നതെന്തോ അത് വണ്ടി നമുക്ക് തിരിച്ചു തരും. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നുകൂടി എടുക്കുകയാണ്. ഫസ്റ്റ് ഇട്ടു, AC വേണമെന്ന് ഓൺ ചെയ്ത് നോക്കാം. നല്ല കൂളിംഗ് ഉണ്ട് കേട്ടോ. AC ഓഫ് ചെയ്തു, ഫസ്റ്റ് ഇട്ടു, ഒന്ന് കാലെടുത്തെടുക്കാണ്. ഇഷാം അധികമായിട്ടൊന്നും മൈൻഡ് ഇല്ലാതായിരിക്കണം. സ്ലോ, ഓക്കെ. ആ ഒരു ഓട്ടോ പൊസിഷനിങ് ഒന്നും ഇല്ല വൈപ്പറിന്. അയവാ, ഈ കാർബറേറ്റർ വണ്ടികൾ ട്യൂൺ ചെയ്യാൻ എളുപ്പമാണ്. അതായത് പവർ 37 HP എന്നൊക്കെ പറയുമ്പോഴും വേണമെങ്കിൽ അതിൻ്റെ കൂടുതൽ പവറൊക്കെ ഒന്ന് എടുക്കാം. ആ ഒരു റിച്ചും ലീനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്. അതായത് പഴയ കാലത്തെ കാര്യങ്ങളാണ്. പുതിയ കാലത്തെ ആളുകൾക്ക് അത് കേട്ടാൽ എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. എന്നാലും ഇത് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ട് തോന്നി കിട്ടും വണ്ടി ഓടിക്കാനായിട്ട്. അത് പവർഫുൾ എന്ന് പറയുമ്പോൾ 800 ആ ഒരു അയ്യവാ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അതേപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നതിന് കരുതാണ്. അതായത് ഗുഡ് ഓൾഡ് കാറിൽ ഇന്ന് ഒരു ഗുഡ് ഓൾഡ് കാറല്ല, ഒരു വെരി ഗുഡ് ഓൾഡ് കാറാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലും നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കിൽ ലൈക്ക് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.